ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രൊജക്ട് ടൈഗറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലോക പ്രശസ്തനായിട്ടുള്ള ഇന്ത്യൻ സംവിധായകൻ സത്യജിത് റേയുടെ ഒരു ആർട്ടിക്കിളാണിത്. അദ്ദേഹം എങ്ങനെയാണ് ഇന്ത്യൻ സിനിമയിൽ അനിമൽസിനെ യൂസ് ചെയ്തതെന്നും അതേപോലെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ ഒരു ടൈഗറിനെ ഉപയോഗിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം അത് ചെയ്തതെന്നുമാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സത്യജിത് റേ നമുക്കറിയാം, ലോകപ്രശസ്തനായിട്ടുള്ള ഒരു ഡയറക്ടറാണ്. പതേർ പഞ്ചാലി ഉൾപ്പെടെയുള്ള നിരവധി സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. 1921 അദ്ദേഹം ജനിച്ചു. 1992 അദ്ദേഹം മരിച്ചു. നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യപ്പെട്ട വിഷയങ്ങളെന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ഗോ ത്രൂ ദി ഫസ്റ്റ് പാരഗ്രാഫ്. No one can beat Hollywood when it comes to making films with animals in them. മൃഗങ്ങളെ, അനിമൽസിനെ വെച്ച് സിനിമ എടുക്കുന്ന കാര്യത്തിൽ ഹോളിവുഡിനെ തോൽപ്പിക്കാൻ മറ്റൊരു സിനിമാ ഇൻഡസ്ട്രിക്കും സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ പാരഗ്രാഫ് ആരംഭിക്കുന്നത്. I remember films in my childhood and there were quite a few of them that had an Alsatian called Rin Tin Tin. This dog's acting was more impressive than a human's. സത്യജിത് റേ പിന്നീട് അയാളുടെ കുട്ടിക്കാലത്ത് കണ്ട ചില സിനിമകൾ ഓർക്കുകയാണ്. അതിൽ ചില സിനിമകളിൽ റിൻ ടിൻ ടിൻ എന്ന പേരുള്ള ഒരു അൽസേഷ്യൻ നായ അഭിനയിച്ചിരുന്നു. ആ നായയുടെ അഭിനയം മോർ ഇംപ്രസീവ് ദാൻ എ ഹ്യൂമൻസ്, ഒരു സാധാരണ മനുഷ്യൻ അഭിനയിക്കുന്നതിനേക്കാൾ നന്നായിട്ടായിരുന്നു ആ സിനിമകളിൽ റിൻ ടിൻ ടിൻ എന്ന പേരുള്ള അൽസേഷ്യൻ നായ അഭിനയിച്ചിരുന്നത്. ലേറ്റർ വി ഗോട്ട് ടു സീ 3 or 4 other films with a collie called Lassie. പിന്നീട് 3-4 സിനിമകളിൽ കോളി ഇനത്തിൽപ്പെട്ട ലെസ്സി എന്ന ഒരു ഡോഗ് അഭിനയിച്ച ചില സിനിമകളും പിന്നീട് കണ്ടു. It seemed that the director could make Lassie do just about anything. ഈ സിനിമകൾ കണ്ടാൽ നമുക്ക് തോന്നും ഡയറക്ടർക്ക് ഈ ലെസ്സി എന്ന ഡോഗിനെ ഉപയോഗിച്ച് എന്തും സാധിക്കുമെന്നൊക്കെ ആ സിനിമകൾ കാണുമ്പോൾ നമുക്ക് തോന്നും. അത്ര ഗംഭീരമായിട്ടായിരുന്നു ലെസ്സി ആ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. These trained dogs were famous stars in their own rights and the money they earned was no less than what a real film star got. Their owners could easily make as much as 100,000 rupees from just one film. ഈ ട്രെയിൻഡ് ആയിട്ടുള്ള സിനിമയിൽ അഭിനയിക്കുന്ന പരിശീലനം ലഭിച്ച ഈ നായകൾ ഫേമസ് സ്റ്റാർസ് ഇൻ ദെയർ ഓൺ റൈറ്റ്സ്, അവരുടേതായ രീതിയിൽ അവർ വളരെ ഫേമസ് സ്റ്റാർസ് ആയിരുന്നു. അതായത് യഥാർത്ഥത്തിൽ ഒരു ഫിലിം ആക്ടറെ പോലെ തന്നെ അവരും വളരെ ഫേമസ് ആയിരുന്നു. അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ ഫിലിം സ്റ്റാറിന് കിട്ടിയ അതേ പ്രതിഫലം അവർക്ക് ലഭിച്ചു. Their owners could easily make as much as 100,000 rupees from just one film. ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് ആ നായയുടെ ഉടമസ്ഥന്മാർക്ക് 1,00,000 രൂപ വരെ, 100,000 എന്ന് പറഞ്ഞാൽ 100,000 അഥവാ 1,00,000 രൂപ വരെ കിട്ടിയിരുന്നു. ഞാൻ രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് പോവുകയാണ്. I realized how reverently these animal actors were treated when I happened to see the shooting of a film 20 years ago in Disney Studio in Hollywood. The main character in this film was a large dog. സത്യജിത് റേ പറയുകയാണ്, 20 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഹോളിവുഡിലെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കണ്ടപ്പോഴാണ് അവർ എത്ര ആദരവോടും ബഹുമാനത്തോടും കൂടിയാണ് ഇത്തരം ആനിമൽ ആക്ടേഴ്സിനെ കൈകാര്യം ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എന്നാണ്. അന്ന് അദ്ദേഹം ഡിസ്നി സ്റ്റുഡിയോ, അമേരിക്കയിലെ ഒരു സ്റ്റുഡിയോ ആണ് ഡിസ്നി സ്റ്റുഡിയോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഷൂട്ട് നടക്കുന്ന ആ സിനിമയിലെ പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നത് ഒരു വലിയ ഡോഗായിരുന്നു. I reached the studio to find that the shooting had not yet started. അദ്ദേഹം അന്ന് സ്റ്റുഡിയോയിൽ എത്തിയ സമയത്ത് ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ദി ക്യാമറാമാൻ വാസ് ഗെറ്റിംഗ് ദ ലൈറ്റ്സ് റെഡി. ക്യാമറാമാൻ ആ സമയത്ത് ലൈറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്യായിരുന്നു. അടുത്ത ഷോട്ടിന് വേണ്ട ലൈറ്റൊക്കെ അദ്ദേഹം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. It is customary for actors to be present when the lights are arranged, for they have to show the cameraman how they will walk or where they will stand in a particular shot. സിനിമയുടെ ചിത്രീകരണത്തിൽ നമ്മൾക്ക് നിർബന്ധമുള്ള ഒരു കാര്യമുണ്ട്. ക്യാമറാമാൻ ലൈറ്റ്സ് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് അടുത്ത ഷോട്ടിൽ അഭിനയിക്കുന്ന അഭിനേതാക്കൾ നിർബന്ധമായിട്ടും അവിടെ ഉണ്ടായിരിക്കണം. കാരണം അടുത്ത ഷോട്ടിൽ അവരെങ്ങനെയാണ് നടക്കുന്നത്, അവരുടെ ചലനങ്ങൾ എങ്ങനെയാണ്, എങ്കിൽ ഈ ഷോട്ടിൽ എവിടെയാണ് അവർ നിൽക്കുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം മുൻകൂട്ടി ക്യാമറാമാന് മനസ്സിലാവേണ്ട കാര്യമുണ്ട്. എങ്കിൽ മാത്രമേ അതിനനുസരിച്ച് അദ്ദേഹത്തിന് ലൈറ്റ്സ് സെറ്റ് ചെയ്യാൻ സാധിക്കൂ. In the case of very famous stars, this job is done by their stand-ins. A stand-in is usually a person who is physically similar to the real star. ഇനി വളരെ പ്രശസ്തരായിട്ടുള്ള നമ്മൾ സൂപ്പർ സ്റ്റാർസ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, അങ്ങനെ വലിയ ആക്ടേഴ്സൊക്കെ ആണെങ്കിൽ അവർ ഈ രീതിയിൽ
ഷോട്ട് ചെയ്യുന്നതിന് മുൻപേ ട്രയൽ ഷോട്ടിനൊന്നും അവർ വരില്ല. അവർക്ക് പകരം അവരുടെ സ്റ്റാൻഡ് ഇൻ ആണ് വരിക. ആരാണ് ഒരു സ്റ്റാൻഡ് ഇൻ? എ സ്റ്റാൻഡ് ഇൻ ഈസ് യൂഷ്വലി എ പേഴ്സൺ ഹു ഈസ് ഫിസിക്കലി സിമിലർ ടു ദി റിയൽ സ്റ്റാർ. യഥാർത്ഥ താരത്തോട് ഫിസിക്കലി സിമിലർ ആയിട്ടുള്ള, ശാരീരികമായിട്ട് ഏകദേശം അതേപോലെയുള്ള മറ്റൊരാളെ കൊണ്ടുവരും. നമ്മളതിനെ ഡ്യൂപ്പ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. ഡ്യൂപ്പാണ് പകരം ഈ രീതിയിലുള്ള ട്രയൽ ഷോട്ടിന് വേണ്ടിയിട്ട് വരുന്നത്. ദ സ്റ്റാർസ് ദംസെൽസ് അറൈവ് ഓൺലി വെൻ ദ ലൈറ്റ്സ് ആർ റെഡി ആൻഡ് ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് എ ഷോട്ട്. യഥാർത്ഥ താരങ്ങൾ എപ്പോൾ മാത്രമാണ് വരിക? ഇതെല്ലാം അവസാനിച്ച് ഒറിജിനൽ ഷോട്ട് എടുക്കുന്ന സമയത്ത് മാത്രമേ റിയൽ സ്റ്റാർസ് വരൂ. അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ഡ്യൂപ്പാണ് ചെയ്യുക. എന്നാൽ താരതമ്യേന ചെറിയ ആക്ടേഴ്സൊക്കെ ആണെങ്കിൽ അവർ തന്നെ നേരിട്ട് വന്നിട്ട് ഈ രീതിയിൽ ക്യാമറമാൻ അവരവിടെ നിൽക്കും. അവരുടെ ചലനങ്ങൾ എന്താണെന്നൊക്കെ ട്രയൽ ആദ്യമേ കാണിച്ചു കൊടുക്കും, റിഹേഴ്സലൊക്കെ അവർ കാണിച്ചു കൊടുക്കും. Here in Disney Studio, I noticed that a few actors were moving about in the set, and on one side, standing quietly, was the protagonist, the same large dog. അപ്പോൾ ഡിസ്നി സ്റ്റുഡിയോയിൽ അയാൾ എത്തിയപ്പോൾ അയാൾ കാണുന്നത് ചില ആക്ടേഴ്സൊക്കെ ആ സെറ്റിൻ്റെ, അതായത് ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ പല ഭാഗത്തായിട്ട് അവരുടേതായ കാര്യങ്ങളുമായിട്ടൊക്കെ നടക്കുന്നുണ്ട്. ചില ആളുകൾ അവരുടെ ട്രയൽ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ആൻഡ് ഓൺ വൺ സൈഡ് സ്റ്റാൻഡിങ് ക്വയറ്റ്ലി വാസ് ദ പ്രോട്ടഗോണിസ്റ്റ്, ദ സെയിം ലാർജ് ഡോഗ്. അപ്പോൾ ഒരു വശത്തായിട്ട് ഈ കഥയിലെ, അതായത് ഈ സിനിമയിലെ പ്രോട്ടഗോണിസ്റ്റ്, പ്രധാന കഥാപാത്രം, മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആ വലിയ ഡോഗ് നിൽക്കുന്നുണ്ട്, ശാന്തനായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. The cameraman shouted to everyone to take their positions, but the dog remained where it was. This puzzled me. Could it be that it was not required in the next shot? അപ്പോൾ ഈ സമയത്താണ് ക്യാമറാമാൻ എല്ലാവരോടും ഷോട്ടിൽ വേണ്ടിയിട്ട് തയ്യാറാവാൻ പറഞ്ഞത്. യഥാർത്ഥ ഷോട്ടിന് വേണ്ടിയിട്ടല്ല, നേരത്തെ പറഞ്ഞല്ലോ ക്യാമറാമാന് ലൈറ്റ് അറേഞ്ച് ചെയ്യാനായിട്ട് ആക്ടേഴ്സ് എല്ലാവരും ആ ഷോട്ടിലേക്ക് വരണം, അവർ നിൽക്കുന്ന പൊസിഷൻ കാണിച്ചു കൊടുക്കണം, നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാമറാമാൻ എല്ലാ ആക്ടേഴ്സിനെയും വിളിച്ചു. അപ്പോൾ ആ സീനിൽ അഭിനയിക്കുന്ന, അല്ലെങ്കിൽ ആ ഷോട്ടിൽ അഭിനയിക്കുന്ന മറ്റെല്ലാ ആക്ടേഴ്സും ക്യാമറയ്ക്ക് മുൻപിലേക്ക് വന്നു. എന്നാൽ പ്രധാന കഥാപാത്രത്തെ അഭിനയിക്കുന്ന ആ ഡോഗ് മാത്രം എവിടെയാണോ നിന്നത് അവിടെ തന്നെ തുടർന്നു. ആ ഡോഗ് ക്യാമറയുടെ മുമ്പിലേക്ക് വന്നില്ല. ദിസ് പസിൽഡ് മീ. ഇത് കണ്ടപ്പോൾ സത്യത്രയ്ക്ക് കൺഫ്യൂഷനായി. Could it be that it was not required in the next shot? ഇനി ആ ഡോഗ് എന്താണ് ക്യാമറയ്ക്ക് മുമ്പിലേക്ക് വരാത്തത്? ഇനി അടുത്ത ഷോട്ടിൽ ആ ഡോഗ് അഭിനയിക്കുന്നില്ലേ? അപ്പം സാധാരണഗതിയിൽ ഡോഗ് അഭിനയിക്കുന്നുണ്ടെങ്കിൽ ആ ഡോഗിനെയും ആ ഷോട്ടിലേക്ക് കൊണ്ടുവരണം. പക്ഷേ ഇവിടെ സംഭവിക്കാത്തത് കൊണ്ട് സത്യത്തിലേക്ക് വല്ലാത്തൊരു കൺഫ്യൂഷനായി. എന്തുകൊണ്ടായിരിക്കും ആ ഡോഗിനെ കൊണ്ടുവരാത്തത്? Before I could ask someone, a strange thing happened. From nowhere appeared a little dwarf, followed by another man carrying a hairy dog skin. ഇക്കാര്യം മറ്റാരോടെങ്കിലും ഒന്ന് ചോദിക്കുന്നതിന് മുൻപേ വളരെ അസാധാരണമായ ഒരു സംഭവം അവിടെ നടന്നു. ഫ്രം നോവർ, എവിടെ നിന്നോ, അപ്പിയേർഡ് എ ലിറ്റിൽ ഡ്വാഫ്, വളരെ ഉയരം കുറഞ്ഞ, ഡ്വാഫ് എന്ന് പറഞ്ഞാൽ ഉയരം കുറഞ്ഞ, പൊക്കം കുറഞ്ഞ ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. ഫോളോഡ് ബൈ അനദർ മാൻ കാരിങ് എ ഹെയറി ഡോഗ് സ്കിൻ. തൊട്ട് പിന്നാലെ ഡോഗ് സ്കിന്നുണ്ട്, അതായത് ഹെയറി ആയിട്ടുള്ള രോമങ്ങൾ നിറഞ്ഞ ഡോഗ് സ്കിന്നുമായിട്ട് മറ്റൊരാളും അയാളുടെ പിറകെ വന്നു. Then to my perfect amazement, the dwarf went down on all the fours on a chalk mark on the floor, just like an animal, and the dog skin was draped over him. എല്ലാവരെയും അത്ഭുതപ്പെടുത്തി, എല്ലാവരെയും അല്ല, ഇവിടെ പ്രത്യേകിച്ച് സത്യത്രയെ വലിയ തോതിൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ദ ഡ്വാഫ്, ആ പൊക്കം കുറഞ്ഞ മനുഷ്യൻ, വെൻ ഡൗൺ ഓൺ ഓൾ ദി ഫോഴ്സ് ഓൺ എ ചോക്ക് മാർക്ക്. ഓൾ ദി ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് കൈയും രണ്ട് കാലും നിലത്ത് കുത്തി ഒരു അനിമലിനെ പോലെ, നമ്മൾ രണ്ട് കാലാണ് നടക്കുക, അനിമൽ നാല് കാലാണ്. അപ്പോൾ അനിമലിനെ പോലെ രണ്ട് കാലും രണ്ട് കൈയും നിലത്ത് കുത്തി ഒരു ചോക്ക് മാർക്ക് ഉണ്ടായിരുന്നു, ഫ്ലോറിൽ നിലത്ത് വരച്ചിരുന്നു, അവിടെ നിന്നു. അങ്ങനെ നാല്, നമുക്കറിയാം, രണ്ട് കൈയും രണ്ട് കാലും കുത്തി അവിടെ നിന്നു. ഈ സമയത്ത് ആ ഡോഗ് സ്കിൻ, തൊട്ട് പിറകെ ഒരാൾ ഡോഗ് സ്കിന്നുമായിട്ട് വന്നു എന്ന് പറഞ്ഞിരുന്നു അല്ലേ, ആ ഡോഗ് സ്കിന്ന് ഡ്രേപ്ഡ് ഓവർ ഹിം എന്ന് വെച്ചാൽ പുതപ്പിച്ചു, മൂടി എന്നൊക്കെയാണ്. അതായത് ആ പൊക്കം കുറഞ്ഞ മനുഷ്യൻ നിലത്ത് നിന്ന സമയത്ത് ഈ ഡോഗ് സ്കിന്ന് അയാളുടെ ശരീരത്തിലേക്ക് മൂടി. Then he crawled from one mug to another and the cameraman got busy with the lights. It finally dawned upon me that this dwarf was paid to be the dog's standing. പിന്നീട് അയാൾ എന്ത് ചെയ്തു? ശരീരത്തിൽ ഇതൊക്കെ പുതച്ച ആ മനുഷ്യൻ ഒരു മാർക്കിൽ നിന്നും മറ്റൊരു മാർക്കിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്ത് ക്യാമറമാൻ ലൈറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തു. ഇറ്റ് ഫൈനലി ഡ്രോൺ അപ്പോൺ മീ. അപ്പോഴാണ് സത്യത്തിലേക്ക് മനസ്സിലായത് that this dwarf was paid to be the dog's stand-in. ആ പൊക്കം കുറഞ്ഞ മനുഷ്യൻ ഡോഗിൻ്റെ ഡ്യൂപ്പായിട്ട് അഭിനയിക്കുകയാണ് എന്നുള്ള കാര്യം സത്യത്തിലേക്ക് മനസ്സിലായത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, വലിയ താരങ്ങൾക്ക് വേണ്ടി ഡ്യൂപ്പുകൾ അഭിനയിക്കും, അതേപോലെ ആ ഡോഗിന് വേണ്ടി ഡ്യൂപ്പായിട്ട് അഭിനയിക്കുകയായിരുന്നു ആ പൊക്കം കുറഞ്ഞ മനുഷ്യൻ എന്ന കാര്യം സത്യജിത്തിലേക്ക് മനസ്സിലായി.
Every animal in a Hollywood film is well trained. It is not difficult to train a horse or a dog. But have you ever heard of trained ravens? എവ്രി ആനിമൽ ഇൻ എ ഹോളിവുഡ് ഫിലിം ഈസ് വെൽ ട്രെയിൻഡ്. ഹോളിവുഡ് സിനിമയിൽ അല്ലെങ്കിൽ ഹോളിവുഡിലെ സിനിമകളിൽ കാണിക്കുന്ന എല്ലാ ആനിമൽസും വെൽ ട്രെയിൻഡ് ആണ്, നല്ല പരിശീലനം ലഭിച്ചവയാണ്. ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ടു ട്രെയിൻ എ ഹോഴ്സ് ഓർ എ ഡോഗ്. ഒരു കുതിരയെയോ ഒരു ഡോഗിനെയോ ഒക്കെ ട്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമ്മൾ കാണാറുണ്ട് ഇതിനൊക്കെ ട്രെയിൻ ചെയ്യുന്നത്. ബട്ട് ഹാവ് യു എവർ ഹേർഡ് ഓഫ് ട്രെയിൻ റേവൻസ്? പക്ഷേ എവിടെയെങ്കിലും റേവൻസ് എന്ന് പറഞ്ഞാൽ കാക്കയുടെ ഇനത്തിൽപ്പെട്ട ഒരു പക്ഷിയാണ്, കാക്കയെ പോലെ തന്നെ ഒരു പക്ഷിയാണ്, കാക്കയുടെ അതേ ഇനത്തിൽപ്പെട്ട ഒരു പക്ഷിയാണ്. ട്രെയിൻഡ് ആയിട്ടുള്ള കാക്കകളെ, റേവൻസിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നോട്ട് ജസ്റ്റ് 1 or 2, അതും 1ഉം 2ഉമല്ല, ബട്ട് നിയർലി 100 of them, അതായത് 100ഓളം റേവൻസിനെ ട്രെയിൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ട്രെയിൻ ചെയ്ത് അഭിനയിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈവൻ ദിസ് വാസ് മെയ്ഡ് പോസിബിൾ ഇൻ ഹോളിവുഡ് വെൻ ദി ക്രിയേറ്റർ ഓഫ് സം ഓഫ് ദി ബെസ്റ്റ് സസ്പെൻസ് ഫിലിംസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് സിനിമ, ആൽഫ്രഡ് ഹിച്ച്കോക്ക്, ഡിസൈഡഡ് ടു മേക്ക് എ ഫിലിം കോൾഡ് ബേർഡ്സ്. ഇതുപോലും ഹോളിവുഡിൽ യാഥാർത്ഥ്യമായി. എപ്പോൾ? വെൻ ദ ക്രിയേറ്റർ ഓഫ് സം ഓഫ് ദി ബെസ്റ്റ് സസ്പെൻസ് ഫിലിംസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് സിനിമ, ഹോളിവുഡ് സിനിമ ഹിസ്റ്ററി, ഹോളിവുഡ് എന്നല്ല ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച സസ്പെൻസ് സിനിമകൾ നിർമ്മിച്ച സംവിധാനം ചെയ്ത ആൽഫ്രഡ് ഹിച്ച്കോക്ക് ബേർഡ്സിനെ പ്രധാന കഥാപാത്രമാക്കി ഒരു സിനിമ ഒരുക്കിയപ്പോൾ അതും ഹോളിവുഡിൽ സംഭവിച്ചു. ഇൻ ദി സ്റ്റോറി ബേർഡ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് സ്റ്റാർട്ട് അറ്റാക്കിംഗ് ഹ്യൂമൻസ്. ആ സിനിമയുടെ ബേർഡ്സ് എന്ന സിനിമയുടെ കഥ ലോകമെമ്പാടുമുള്ള ബേർഡ്സ്, ഹ്യൂമൻ ബീങ്സ്, മനുഷ്യരെ ആക്രമിക്കുന്നതായിരുന്നു. Hitchcock needed a variety of birds, but what was required in the largest number was ravens. ഹിച്ച്കോക്കിന് എല്ലാ തരത്തിലുള്ള ബേർഡ്സിനെയും ആ സിനിമയിലേക്ക് ആവശ്യമായിരുന്നു, പക്ഷേ ഏറ്റവും കൂടുതൽ വേണ്ടിയിരുന്നത് റേവൻസിനെ ആയിരുന്നു. Notices were placed in the press all over the United States, asking people to contact the filmmaker if they knew how to get hold of trained ravens. US-ലുള്ള എല്ലാ പത്രങ്ങളിലും എല്ലായിടത്തും നോട്ടീസുകൾ വന്നു. ആരുടെയെങ്കിലും കയ്യിൽ ട്രെയിൻഡ് ആയിട്ടുള്ള റേവൻസ് ഉണ്ടെങ്കിൽ എത്രയും വേഗം നമ്മുടെ ഫിലിം മേക്കറായിട്ടുള്ള ആൽഫ്രഡ് ഹിച്ച്കോക്കിനെ ബന്ധപ്പെടുക, കോൺടാക്ട് ചെയ്യുക എന്ന പേരിൽ ഒരുപാട് പരസ്യങ്ങളും പോസ്റ്ററുകളും ഒക്കെ പബ്ലിഷ് ചെയ്യപ്പെട്ടു. Someone replied within a few days. He was asked to bring the birds and he arrived with almost 100 trained ravens. വളരെ പെട്ടെന്ന് തന്നെ ആരോ ഒരാൾ അതിന് മറുപടി കൊടുത്തു. എൻ്റെ കൈവശം ഇങ്ങനെ ട്രെയിൻഡ് റേവൻസ് ഉണ്ടെന്ന മറുപടി കൊടുത്തു. അയാളോട് എത്രയും പെട്ടെന്ന് ഈ ട്രെയിൻഡ് റേവൻസുമായിട്ട് ഷൂട്ട് നടക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ആൽഫ്രഡ് ഹിച്ച്കോക്കിനെ കാണാനായിട്ട് പറഞ്ഞു. Admittedly, their training had not gone very bad. That is to say, they could not do anything that might be seen as extraordinary. But if as many as 50 ravens are told to perk quietly in a row on a specified spot, and if they obey this command instantly, isn't that pretty impressive? ഏതായാലും അവരുടെ ട്രെയിനിങ് ഹാഡ് നോട്ട് ഗോൺ വെരി ബാഡ്, അത്ര മോശമൊന്നുമായിരുന്നില്ല. ദാറ്റ് ഈസ് ടു സേ ദേ കുഡ് നോട്ട് ഡു എനിത്തിങ് ദാറ്റ് മൈറ്റ് ബി സീൻ ആസ് എക്സ്ട്രാ ഓർഡിനറി, അസാധാരണമായിട്ടൊന്നും ആ റേവൻസ് ചെയ്തില്ല. എങ്കിലും but if as many as 50 ravens are told to perk quietly in a row on a specified spot, and if they obey this command instantly, isn't that pretty impressive? ഈ റേവൻസിനോടെല്ലാം ഒരു നിശ്ചിത സ്ഥലത്ത് പേർക്ക് എന്നാൽ പറന്ന് വന്ന് ഇരിക്കാൻ പറഞ്ഞു. അതായത് ക്യാമറ ഓൺ ചെയ്ത് ഷോട്ട് തുടങ്ങുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു റോ ആയിട്ട് ഒരു വരിയായിട്ട് പറന്ന് വന്നിരിക്കാൻ ആയിരുന്നു അതിൻ്റെ ട്രെയിനറോട് ആവശ്യപ്പെട്ടിരുന്നത്. വളരെ കൃത്യമായ രീതിയിൽ ഈ പറഞ്ഞ സമയത്ത് എല്ലാ റേവൻസും പറന്ന് വരിയായിട്ട് എവിടെയാണോ അവരോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടത് അവിടെ വന്നിരുന്നാൽ അത് വളരെ ഇമ്പ്രസീവായിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം വളരെ നല്ലൊരു കാര്യമല്ലേ, അല്ലെങ്കിൽ ഇത് ഇമ്പ്രസീവായിട്ടൊരു കാര്യമല്ലേ എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഇമ്പ്രസീവ് ആണല്ലേ, കാരണം നമുക്കറിയാം വളരെ ബുദ്ധിമുട്ടാണ് പക്ഷികളെ ട്രെയിൻ ചെയ്യാൻ. പക്ഷേ ഇവിടെ റേവൻസിനെ ട്രെയിൻ ചെയ്ത് അഭിനയിപ്പിക്കാൻ, ചെറിയ രീതിയിലെങ്കിലും അഭിനയിപ്പിക്കാൻ അവരുടെ ട്രെയിനർക്ക് സാധിച്ചു. നീഡ്ലെസ് ടു സേ, in our own country, it is not at all easy to find trained animals, although some films have been made in Bombay and Madras that involve working with elephants, horses and tigers. നമ്മുടെ രാജ്യത്ത് ട്രെയിൻഡ് ആയിട്ടുള്ള അനിമൽസിനെ ലഭിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിൽ പോലും മദ്രാസിലും ബോംബെയിലും, അപ്പോൾ ഇന്നത്തെ ചെന്നൈയിലും മുംബൈയിലുമൊക്കെ നിർമ്മിക്കപ്പെടുന്ന സിനിമകളിൽ എലഫൻസും ഹോഴ്സസും ടൈഗേഴ്സും, ആനകളും കുതിരകളും കടുവകളുമൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. The performance did suggest that they were used to obeying commands. അപ്പോൾ അവരുടെയൊക്കെ പെർഫോമൻസ്, ആ മൃഗങ്ങളുടെയൊക്കെ ആനിമൽസിൻ്റെയൊക്കെ പെർഫോമൻസ് കണ്ടാൽ അറിയാം കമാൻഡ്സ് അനുസരിക്കാനുള്ള ട്രെയിനിങ് അവയ്ക്ക് ലഭിച്ചിട്ടുണ്ട്.
In Bengal, it is sometimes possible to find clever dogs, particularly police dogs which are quite intelligent. അപ്പോൾ ബംഗാളിലൊക്കെ ആണെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ക്ലവർ ആയിട്ടുള്ള ഡോഗ്സിനെ ലഭിക്കും, പ്രത്യേകിച്ച് പോലീസ് ഡോഗ്സ്, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പോലീസ് ഡോഗ്സിനെയൊക്കെ ബംഗാളിൽ ലഭിക്കും. If one is prepared to be patient, it is not altogether impossible to get good performance out of them, as we managed to do with Bhulo in Padhe Panchali. സത്യത്തിൽ പറയുന്നു, ഇഫ് വൺ ഈസ് പ്രിപ്പയർഡ് ടു ബി പേഷ്യൻറ്റ്, ഒരാൾ വളരെ ക്ഷമയോടുകൂടി ഈ അനിമൽസിനെ ട്രെയിൻ ചെയ്യാൻ തയ്യാറായാൽ, ഇറ്റ് ഈസ് നോട്ട് ഓൾ ടുഗദർ ഇമ്പോസിബിൾ ടു ഗെറ്റ് ഗുഡ് പെർഫോമൻസ് ഔട്ട് ഓഫ് ദം ആസ് വി മാനേജ് ടു ഡു വിത്ത് ബൂലോ ഇൻ പതേർ പഞ്ചാലി. നമുക്ക് അതായത് ട്രെയിൻ ചെയ്യുക മാത്രമല്ല, ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വളരെ ക്ഷമയോടുകൂടി നമ്മൾ ഈ അനിമൽസിനെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രകടനം ഇത്തരം അനിമൽസിൽ നിന്നും പുറത്തെടുക്കാൻ സാധിക്കും. അതിന് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം തന്നെ ഡയറക്റ്റ് ചെയ്ത പതേർ പഞ്ചാലി എന്ന സിനിമയിൽ ബൂലോ എന്നൊരു ഡോഗ് അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രകടനം എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. നമ്മൾ ക്ഷമയോട് കൂടിയിട്ട് ഈ ആനിമൽസിനെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കും. Yet a dog might be difficult, not impossible to handle. What was one supposed to do if there was need for a tiger in a film? We had to deal with this problem too. ഒരു ഡോഗിനെ അഭിനയിപ്പിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്, എന്നാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, അസാധ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല, ശ്രമിച്ചാൽ നടക്കും. വാട്ട് വാസ് വൺ സപ്പോസ് ടു ഡു ഇഫ് ദർ വാസ് നീഡ് ഫോർ എ ടൈഗർ ഇൻ എ ഫിലിം? പക്ഷേ ഒരു സിനിമയിൽ ഒരു ടൈഗറിന് ആവശ്യമായിട്ട് വന്നാൽ എന്ത് ചെയ്യും? വി ഹാഡ് ടു ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം ടു. ഈ പ്രശ്നവും ഞങ്ങൾക്ക്, അതായത് സത്യത്രയ്ക്കും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്കും അനുഭവിക്കേണ്ടി വന്നു. വെൻ വി വർ ഷൂട്ടിംഗ് ഗൂബി ഗൈനെ ബഗാ ബൈനെ, അതായത് സത്യത്രയുടെ സിനിമയായിട്ടുള്ള ഗൂബി ഗൈനെ ബഗാ ബൈനെ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. In the film, Goobi, who is banished by the king, wanders in the forest, meets Baga, who is also been banished. ഈ സിനിമയുടെ കഥ പ്രകാരം ഗൂബി എന്ന് പറയുന്ന ഒരു യുവാവിനെ കിങ് ബാനിഷ് ചെയ്തതാണ്, നാട് കടത്തിയതാണ്. അങ്ങനെ നാട് കടത്തപ്പെട്ട ഗൂബി കാട്ടിലൂടെ വാണ്ടേഴ്സ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ കാട്ടിൽ വെച്ച് ബാഗ എന്ന പേരുള്ള മറ്റൊരാളെ കണ്ടുപിടിക്കുന്നു. ഈ ബാഗയും ഇതേപോലെ പണ്ട് കിങ് നാട് കടത്തിയ ആളാണ്. പണ്ടത്തെ ശിക്ഷാരീതിയായിരുന്നു നാട് കടത്തുക, നാട് കടത്തപ്പെട്ട ആൾ കാട്ടിലെത്തും. ദേ സീ എ ടൈഗർ ആൻഡ് ഫ്രീസ്. അവർ അങ്ങനെ കാട്ടിൽ കണ്ടുമുട്ടിയ സമയത്ത് പെട്ടെന്ന് അവരൊരു ടൈഗറിനെ കണ്ട് പേടിച്ച് മരവിച്ച് നിൽക്കുകയാണ്. ബട്ട് ദ ടൈഗർ സിംപ്ലി വോക്സ് അബൌട്ട് ഇൻ ദി ഫോറസ്റ്റ് വിത്തൗട്ട് പേയിങ് ദം ദി സ്ലൈറ്റസ്റ്റ് അറ്റൻഷൻ. പക്ഷേ ആ ടൈഗർ അവരെ കണ്ട ഭാവം പോലും നടിക്കാതെ കാട്ടിലേക്ക് നടന്നു പോവുകയും ചെയ്യുന്നു. ഇതാണ് സീൻ. ഈ രംഗമാണ് അദ്ദേഹത്തിന് ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നത്. ഹാവിങ് തോട്ട് ഓഫ് ദി സീൻ, ഐ സിംപ്ലി ഹാഡ് ടു ഷൂട്ട് ഇറ്റ്. ബട്ട് where were we going to find a tiger? ഈ രംഗത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ സത്യത്തിൽ ഉറപ്പിച്ചു, എന്ത് സംഭവിച്ചാലും ഈ രംഗം ഷൂട്ട് ചെയ്യണം. പക്ഷേ എവിടെ നിന്നാണ് ഞങ്ങൾക്കൊരു ടൈഗറിനെ ലഭിക്കുക? The obvious thing to do was to look in a circus since they were likely to have trained animals. വ്യക്തമായും ഒബ്വിയസ് ആയിട്ടുള്ള, അതായത് ഏറ്റവും വ്യക്തമായിട്ടുള്ള, ഏറ്റവും ആ സമയത്ത് ഏറ്റവും കൃത്യമായി ചെയ്യാവുന്ന ഒരു കാര്യം ഏതെങ്കിലും ഒരു സർക്കസ് കമ്പനിയെ സമീപിക്കുക. കാരണം സർക്കസിലൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള ആനിമൽസ് ഉണ്ടാവും. As a matter of fact, one called Bharat Circus was visiting Calcutta at the time, holding shows in Marcus Square. അപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം അറിയുന്നത്, ഭാരത് സർക്കസ്, അതൊരു സർക്കസ് കമ്പനിയാണ്, അവർ ആ സമയത്ത് കൽക്കട്ടയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്, കൽക്കത്തയിലെ മാർക്കസ് സ്ക്വയറിൽ അവരുടെ ഷോ നടക്കുന്നുണ്ട് എന്നുള്ള വിവരം സത്യത്രേ അറിഞ്ഞത്. We sent someone to make an appointment with his Tamil manager and then went to meet him one morning. അങ്ങനെ ഉടൻ തന്നെ ഒരാളെ സർക്കസിലേക്ക് വിടുന്നു. വിട്ട ശേഷം അതിൻ്റെ ഒരു മാനേജർ തമിഴനാണ്, അയാളുമായിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ സത്യജിത്രേ ഈ മാനേജറെ കാണാനായിട്ട് പോകുന്നു. ഹി ഗ്രീറ്റഡ് അസ് വാംലി ആൻഡ് ഓർഡേഡ് സൗത്ത് ഇന്ത്യൻ കോഫി ഫോർ അസ്. വളരെ ഊഷ്മളമായ ഒരു സ്വീകരണമാണ് സത്യജിത്രയ്ക്ക് അവിടെ ലഭിച്ചത്. വന്ന ഉടനെ തന്നെ ഒരു സൗത്ത് ഇന്ത്യൻ കോഫിയൊക്കെ അദ്ദേഹം അവർക്ക് നൽകി. The manager heard the reason for our visit, then sent for one Mr. Thorath. He turned out to be the ringmaster. അപ്പോൾ സ്വാഭാവികമായിട്ട് മാനേജർ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ആവശ്യം, നിങ്ങൾ എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്? അപ്പോൾ സത്യത്തിലെ കാര്യം പറഞ്ഞു, എനിക്ക് സിനിമയ്ക്ക് വേണ്ടി ഒരു ടൈഗറിനെ വേണമെന്ന് പറഞ്ഞു. ഈ സമയത്ത് മാനേജർ ആ സർക്കസിലെ റിംഗ് മാസ്റ്റർ ആയിട്ടുള്ള തൊരാത്തിനെ വിളിപ്പിച്ചു. റിംഗ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ സർക്കസിൽ ഇത്തരം അനിമൽസിനെ കൈകാര്യം ചെയ്യുന്ന ആളെയാണ് നമ്മൾ റിംഗ് മാസ്റ്റർ എന്ന് പറയുക. തൊരാത്തിനെ വിളിപ്പിക്കുന്നു. He turned out to be the ringmaster. He too was a South Indian, very well built, with features somewhat like those of a Nepali. അദ്ദേഹവും ഈ പറയുന്ന തൊരാത്തും, മിസ്റ്റർ തൊരാത്തും ഒരു സൗത്ത് ഇന്ത്യനാണ്, ഒരു വെൽ ബിൽട്ടാണ്, നല്ല ആരോഗ്യവാനായിട്ടുള്ള മനുഷ്യനാണ്, വിത്ത് ഫീച്ചേഴ്സ് സംവാട്ട് ലൈക്ക് ദോസ് ഓഫ് എ നേപ്പാളി. പക്ഷേ ഒറ്റ കാഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ടുള്ള ഒരു പ്രകൃതിയാണ്, അല്ലെങ്കിൽ ശരീരപ്രകൃതി കണ്ടു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ രൂപം കണ്ടു കഴിഞ്ഞാൽ ഒരു നേപ്പാളിയെ പോലെ തോന്നും, നേപ്പാളിൽ നിന്ന് വരുന്ന ഒരാളെ പോലെ തോന്നും.
ഹി വാസ് പെർഹാപ്സ് നോ മോർ ദാൻ 40. അയാളെ കണ്ടാൽ തന്നെ അറിയാം 40-ലധികം പ്രായമൊന്നുമില്ല, ഒരു യുവാവാണ്. ഹി ഷോഡ് അസ് ആൻ ഓൾഡ് സ്കാർ ഓൺ ഹിസ് ഫോർ ആം വിച്ച് ഹാഡ് ബീൻ കോസ്ഡ് ബൈ ദി ടൈഗർ. അദ്ദേഹത്തിൻ്റെ ഫോർ ആമിൽ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹം ഒരു മുറിപ്പാട് കാണിച്ചു, ഒരു സ്കാർ, ഒരു പഴയ മുറിപ്പാട് കാണിച്ചു. പണ്ട് ഒരു ടൈഗർ അയാളെ അറ്റാക്ക് ചെയ്തപ്പോൾ സംഭവിച്ചതാണ് ഈ പരിക്ക് എന്നും അദ്ദേഹം അവരോട് പറഞ്ഞു. വി ടോൾ ഹിം വാട്ട് വി വാണ്ടഡ്. അപ്പോൾ എന്താണ് ആവശ്യമെന്ന് സത്യജിത് റേ മിസ്റ്റർ തൊറാത്തിനോട് പറഞ്ഞു. ദ ഷൂട്ടിംഗ് വാസ് ടേക്കിംഗ് പ്ലേസ് നിയർ ഷിയൂരി ഇൻ ബർഭൂം. ബംഗാളിലെ ബർഭൂമിനടുത്തുള്ള ഷിയൂരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. വി വാണ്ടഡ് ടു ഷോ എ ടൈഗർ ഇൻ എ തിക്ക് ബാംബു ഗ്രൂവ്. ഒരു മുളങ്കാട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ടൈഗറിനെ കാണിക്കേണ്ടത്. ഒരുപാട് മുളങ്കാട്, ഒരു വലിയ മുളങ്കാട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ടൈഗറിനെ കാണിക്കുന്നത് എന്ന് പറഞ്ഞു. All the animal was required to do was come out of the bamboo grove into an open space, pace gently for a while, look at the camera if possible and then go back. അപ്പോൾ ടൈഗർ ആകെ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ആ ബാംബു ഗ്രൂവിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരിക, കുറച്ച് ദൂരം മുന്നോട്ട് നടക്കുക, പേസ് എന്ന് പറഞ്ഞാൽ നടക്കുക എന്നാണ്. ലുക്ക് അറ്റ് ദി ക്യാമറ ഇഫ് പോസിബിൾ, സാധിക്കുമെങ്കിൽ ക്യാമറയിലേക്ക് ഒന്ന് നോക്കുക, ദെൻ ഗോ ബാക്ക്, എന്നിട്ട് തിരിച്ച് പോവുക. ഇത്ര മാത്രമേ ആ ടൈഗർ ചെയ്യേണ്ടതുള്ളൂ. കുഡ് എ ടൈഗർ ഫ്രം ഭാരത് സർക്കസ് ഡു ദിസ് ജോബ്? സത്യജിത് റേ ചോദിച്ചു, ഭാരത് സർക്കസിലെ ഏതെങ്കിലും ഒരു ടൈഗറിന് ഇത് ചെയ്യാൻ സാധിക്കുമോ? മിസ്റ്റർ തൊറാത്ത് നോഡഡ്. തൊറാത്ത് തലയാട്ടി. ഹൗ ലോങ് വിൽ യു നീഡ് ഇറ്റ് ഫോർ ആസ്ക്ഡ് ദ മാനേജർ. അപ്പോൾ മാനേജർ ചോദിച്ചു, എത്ര ദിവസം വേണ്ടി വരും നിങ്ങൾക്ക് ടൈഗറിനെ? പെർഹാപ്സ് എ കപ്പിൾ ഓഫ് അവേഴ്സ് ഫോർ ദി ഷൂട്ടിംഗ്. അപ്പോൾ സത്യജിത് റേ പറഞ്ഞു, എനിക്ക് കുറച്ച് മണിക്കൂറുകൾ മാത്രം മതി ഷൂട്ടിന്, കാരണം അത്രയും നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ളൂ. ബട്ട് ദാറ്റ് വുഡ് ബി ഇൻ അഡീഷൻ ടു ദ ടൈം ഇറ്റ് വിൽ ടേക്ക് ടു ട്രാവൽ ടു ആൻഡ് ഫ്രം ഷിയൂരി. പക്ഷേ ഇതിനോടൊപ്പം നമ്മൾ കാണേണ്ട മറ്റൊരു സമയം കൂടിയുണ്ട്. ഇവിടെ നിന്നും, കൽക്കട്ടയിൽ നിന്നും ഷിയൂരി വരെ ഈ ടൈഗറിനെ എത്തിച്ച് തിരിച്ചു കൊണ്ടുവരേണ്ട സമയം കൂടി നമ്മൾ അഡീഷണലായിട്ട് ഇതിൽ കാണണം. ഓൺ ബീങ് ടോൾഡ് ദാറ്റ് ദ ട്രാവൽ ഇറ്റ്സെൽഫ് ഷുഡ് ടേക്ക് നോ മോർ ദാൻ 2 days, the manager agreed to put the tiger in its cage and send it in a lorry. എല്ലാത്തിനും കൂടി മാക്സിമം ഒരു 2 ദിവസം, യാത്രയ്ക്കും ഷൂട്ടിനും കൂടി പരമാവധി ഒരു 2 ദിവസം മാത്രമേ എടുക്കുമെന്ന ഉറപ്പിന്മേൽ മാനേജർ പറഞ്ഞു, ഞാനൊരു ലോറിയിൽ, ഒരു കൂട്ടിലാക്കി, ഒരു കേജിലാക്കി ഈ ടൈഗറിനെ അയക്കാം എന്ന് മാനേജർ പറഞ്ഞു. ഹി ഇൻവൈറ്റഡ് അസ് ടു ടേക്ക് എ ലുക്ക് അറ്റ് ദി ടൈഗർ. അപ്പോൾ ടൈഗറിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാനേജർ അവരെ ക്ഷണിച്ചു. ഡു യു തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ഈസി ടു സെറ്റ് ആനിമൽ ഫ്രീ ഇൻ ദി ബാംബു ഗ്രൂവ്? ഐ കുഡിൻറ്റ് ഹെൽപ്പ് ആസ്കിങ്. അപ്പോഴൊക്കെ സത്യജിത് റേയുടെ മനസ്സിലൊരു ചോദ്യം ബാക്കിയുണ്ടായിരുന്നു. ആ ചോദ്യം അയാൾ അവസാനം ചോദിച്ചു. ഡു യു തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ഈസി ടു സെറ്റ് ആനിമൽ ഫ്രീ ഇൻ ദി ബാംബു ഗ്രൂവ്? ഈ സർക്കസിലെ ടൈഗറിനെ ആ ബാംബു ഗ്രൂവിൽ കെട്ടഴിച്ച് വിടുക എന്ന് പറയുന്നത് ഈസിയാണോ? കാരണം കാട്ടിൽ നിന്നും ഒരു ടൈഗർ ഇറങ്ങി വരുന്നത് കാണിക്കുമ്പോൾ കഴുത്തിൽ ഒരു ചങ്ങലയോട് കൂടി ടൈഗർ ഇറങ്ങി വരുന്നത് കാണിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ടൊരു ടൈഗറിനെ കാണിക്കാൻ കഴിയുമോ? മിസ്റ്റർ തൊറാത്ത് ഫ്രോണ്ട്. തൊറാത്ത് ഒന്ന് നെറ്റി ചുളിച്ചു, എന്നിട്ട് പറഞ്ഞു, ഐ ആം നോട്ട് ഷുവർ, ഹി റിപ്ലൈഡ്. അയാൾ പറഞ്ഞു, എനിക്ക് ഉറപ്പില്ല. ഐ ഹാവ് നെവർ ലെറ്റ് ഹിം ഔട്ട് ഓഫ് ഹിസ് കേജ് ഓൺ ഹിസ് ഓൺ, സോ റിയലി ഐ ഡോണ്ട് നോ. ഞാൻ ഇന്ന് വരെ ഈ ടൈഗറിനെ ഒറ്റയ്ക്ക് കൂട്ടിൽ നിന്നും പുറത്തു വിട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല ആ ടൈഗർ ഫ്രീ ആയിട്ട് കാട്ടിൽ നിന്നും ഇറങ്ങി വരുമെന്ന്. വാട്ട് വെയർ ഓൾ അവർ പ്ലാൻസ് ഗോയിങ് ടു ഗോ ഡൗൺ ദി ഡ്രെയിൻ? സത്യജിത് റേ ഞെട്ടിപ്പോയി. വാട്ട് വെയർ ഓൾ അവർ പ്ലാൻസ് ഗോയിങ് ടു ഗോ ഡൗൺ ദി ഡ്രെയിൻ? ഞങ്ങളുടെ എല്ലാ പദ്ധതികളും പാഴാവുകയാണോ? എല്ലാം ശരിയെന്ന് കരുതിയതാണല്ലേ, അപ്പോഴാണ് ഞങ്ങളുടെ എല്ലാ പദ്ധതികളും ഫലമില്ലാതായി പോവുകയാണോ? ഹൈ കുഡ് വി ലെറ്റ് ദി ടൈഗേഴ്സ് ട്രെയിനർ ബി സീൻ വിത്ത് ദി ആനിമൽ? ഇങ്ങനെ ഒരു സീനിൽ, കാരണം ഒരു കാട്ടിൽ നിന്നും ഒരു ടൈഗർ ഇറങ്ങി വരുന്ന ഒരു സീനിൽ എങ്ങനെയാണ് ട്രെയിനറെ കൂടെ എൻ്റെ കൂടെ കാണിക്കുക? സത്യജിത് റേയോട് തൊറാത്ത് പറഞ്ഞതിൻ്റെ ഒരു സാരാംശം, അതിൻ്റെ ഒരു ചുരുക്കം എന്താണ്? ഇന്ന് വരെ ഞാൻ ഈ ടൈഗറിനെ ഒറ്റയ്ക്ക് പുറത്ത് വിട്ടിട്ടില്ല, ഇനി ഷൂട്ട് സമയത്തും അങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നറിയില്ല, അല്ലെങ്കിൽ ഞാനും കൂടെ ആ ടൈഗറിനെ കൂടെ വേണ്ടി വരും. മറ്റൊരു പ്രശ്നമുള്ളത്, ഹൗ കുഡ് ഗൂബി ആൻഡ് ബാഗ പെട്രിഫൈഡ് വിത്ത് ഫിയർ ഇഫ് ദി supposedly ferocious animal was accompanied by a man? No, we could not allow that to happen. മാത്രമല്ല ഈ സീനിൽ ഗൂബിയും ബാഗയും ഈ ടൈഗറിനെ കണ്ട് പേടിച്ച് വിറയ്ക്കുന്നതാണ്. ഈ സമയത്ത് ടൈഗറിൻ്റെ കൂടെ ഒരു മനുഷ്യൻ കൂടി നടന്നു വരുന്നതായിട്ട് കാണിച്ചാൽ ഒരിക്കലും അവർ ആ പേടിക്കുന്നത് കാണുന്ന ആളുകൾക്ക് കൺവിൻസ് ആവില്ല. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അങ്ങനെ ആ രംഗം ഷൂട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് സത്യജിത് റേ ഉറപ്പിച്ചു. മിസ്റ്റർ തൊറാത്ത് ഫൗണ്ട് എ സൊല്യൂഷൻ. ഐ വിൽ ടൈ എ വയർ റൗണ്ട് ദി ടൈഗേഴ്സ് നെക്ക്, ഇറ്റ് വിൽ ബി തിൻ ബട്ട് സ്ട്രോങ്. അപ്പോൾ തൊറാത്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി. എന്താണ്? ഒരു വയർ, ഒരു വളരെ നേർത്ത ഒരു വയർ
ഈ ടൈഗറിൻ്റെ കഴുത്തിന് ചുറ്റും അത് വളരെ തിന്നായിരിക്കും, നേർത്തതായിരിക്കും, ബട്ട് സ്ട്രോങ്, പക്ഷേ വളരെ പവർഫുൾ ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ സീനിൽ വരാതെ തന്നെ ആ ടൈഗറിനെ കൺട്രോൾ ചെയ്യാം. ഇഫ് ദി വയർ വാസ് തിൻ ഇനഫ് പെർഹാപ്സ് ഇറ്റ് വുഡ് റിമെയിൻ ഇൻവിസിബിൾ ടു ദി ക്യാമറ. അപ്പോൾ ആ വയറിന് വലിയ കട്ടിയൊന്നുമില്ലെങ്കിൽ ക്യാമറയിൽ ഒരു പക്ഷേ അത് കാണില്ല. ബട്ട് ഇറ്റ് വാസ് ലൈക്ലി ദാറ്റ് ദ ഹെയർ ഓൺ ദി ടൈഗേഴ്സ് നെക്ക് വുഡ് ബി ഫ്ലാറ്റൻഡ് ബൈ ദി വയർ വിച്ച് വുഡ് ഗീവ് ദി ഹോൾ തിങ് എവേ. പക്ഷേ മറ്റൊരു ചെറിയ പ്രശ്നമുള്ളത്, ഈ വയർ ടൈഗറിൻ്റെ കഴുത്തിന് ചുറ്റുമ്പോൾ ടൈഗറിൻ്റെ കഴുത്തിലുള്ള വലിയ രോമങ്ങൾ ഇങ്ങനെ ഫ്ലാറ്റായി പോകും, അങ്ങനെ പരന്നിരിക്കും. അത് കാണുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് കഴുത്തിൽ കയറ് കെട്ടിയ പോലെ തോന്നും. അത് ആ രംഗത്തിൻ്റെ ഒരു ഭംഗിയെ നഷ്ടപ്പെടുത്തും. അത് സത്യത്തിലേക്കൊരു പ്രശ്നമായിട്ട് വന്നു. What if we found a collar made of tiger skin, fixed the wire to his collar and then tied it round the tiger's neck, I said. അതിന് ഏതായാലും സത്യത്തിൽ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്തി. ടൈഗറിൻ്റെ കഴുത്തിന് ചുറ്റും ഒരു ടൈഗർ സ്കിന്ന് കൊണ്ടുള്ള ഒരു കോളർ ചുറ്റുക, അതിൽ പിന്നീട് എന്ത് ചെയ്യുക, ഈ വയർ കൊളുത്തി വെക്കുക. അങ്ങനെ ഒരു സൊല്യൂഷൻ അവിടെ സത്യത്തിലെ കണ്ടെത്തി. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ടൈഗറിൻ്റെ കഴുത്തിൽ ഒരു വയർ ചുറ്റിയതായിട്ട് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അങ്ങനെ ഒരു സൊല്യൂഷനിലേക്ക് അവർ എത്തുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഇത്രയും ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. ബാക്കി ഭാഗം അടുത്ത ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും ഭാഗത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതായത് സൈഡ് ബോക്സ് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് പരിശോധിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു.